ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിന് വിജയിക്കാനായില്ല. വലതുപക്ഷ രാഷ്ട്രീയ കക്ഷിയാണ് അവിടെ വിജയിച്ചത്. ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വം പലപ്പോഴും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള ഇടത് രാഷ്ട്രീയ വിജയത്തെ ആഘോഷിക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ശ്രീലങ്കയിലെ അനുര കുമാര ദിസനായകയുടെ വിജയം ആഘോഷിച്ചത്. അദ്ദേഹം ഒരു ഇടത് ചിന്താഗതിക്കാരനാണ് എന്നത് നമ്മുടെ കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ ആഗോളതലത്തിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവരാണ് നമ്മുടെ കേരളത്തിലുള്ളവർ. ഏതായാലും ഇപ്പോൾ ആഗോളതലത്തിൽ ഇടത് രാഷ്ട്രീയത്തിനെതിരെ ഒരു നീക്കം നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇടത് രാഷ്ട്രീയത്തിന് ആഗോളതലത്തിൽ ഒരു ഇരട്ടത്താപ്പുണ്ട് എന്ന് വിമർശിക്കുന്നത് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയാണ്. കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അതുപോലെ നരേന്ദ്രമോദി, അർജൻറ്റീനയുടെ പ്രസിഡന്റ് ജാവിയർ മിലി തുടങ്ങിയവരൊക്കെ ഒന്ന് കൂടിക്കാഴ്ച നടത്തിയാൽ ഉടനെ ഇടതുപക്ഷത്തിന് ഹാലിളകും എന്നതാണ്. ഈ സഖ്യം ഒരു പുതിയ ആഗോള യാഥാസ്ഥിതിക മാതൃക സൃഷ്ടിക്കുന്നു എന്നൊക്കെ അവർ ഭയപ്പെടുന്നു എന്നാണ് ഈ മെലോണിയുടെ വാക്കുകൾ. ഇടതുപക്ഷം ജനാധിപത്യത്തിന് ഭീഷണിയാണ് ഈ കൂടിക്കാഴ്ച, ഇവരുടെ ഐക്യം എന്നൊക്കെ പറയുന്നു. അത് അവരുടെ ഇരട്ടത്താപ്പാണ് തുറന്നു കാട്ടുന്നത് എന്നാണ് മെലോണി പറയുന്നത്. അപ്പോഴാണ് ആ തർക്കം മുറുകുന്നത്. അതിന് പിന്തുടർച്ചയായാണ് ജർമ്മനിയിൽ വലത് പക്ഷ രാഷ്ട്രീയം വിജയിക്കുന്നത്. ജർമ്മൻ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ യാഥാസ്ഥിതിക നേതാവ് ഫ്രെഡറിക് മെർസ് വിജയിച്ചു. മെർസിൻ്റെ നേതൃത്വത്തിലുള്ള CDU-CSU ബ്ലോക്ക് 28.8% വോട്ടുകൾ നേടി. ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി 20% വോട്ടുകൾ നേടി. അപ്പോൾ ജർമ്മൻ ഫലങ്ങൾ പക്ഷേ ഇടത് രാഷ്ട്രീയത്തെ വല്ലാതെ താഴ്ത്തി കാണുന്ന തരത്തിലായിരുന്നു. അവിടുത്തെ ഒരു രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ തന്നെ കാതലായ മാറ്റം വന്നു എന്നാണ് കരുതുന്നത്. അപ്പോൾ ജർമ്മൻ ചാൻസലറായിരുന്ന ഒലാഫ് ഷോൾസിൻ്റെ സോഷ്യൽ ഡെമോക്രാറ്റുകൾ 16% വോട്ടുകളിലേക്ക് ചുരുങ്ങി. അവർ 3-ാം സ്ഥാനത്തെത്തി. അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ തിരിച്ചടി നേരിട്ടു എന്ന് ആണ് ഇപ്പോൾ പലരും അതിനെ വിലയിരുത്തുന്നത്. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ മോശം പ്രകടനം എന്നാണ് ജർമ്മൻ ചാൻസലർ ആയ ഷോൾസ് ഇപ്പോൾ തൻ്റെ പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. SPD പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. ഇത് വളരെ കൈപ്പേറിയ അനുഭവം എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. എല്ലാ ഉത്തരവാദിത്വവും തൻ്റെയാണ് എന്ന് ഷോൾസ് ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചു എന്നാണ് ബെർലിനിലെ CDU ആസ്ഥാനത്ത് ആഹ്ലാദന പ്രകടനം നടത്തി ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് മെർസ് പറഞ്ഞത്. എത്രയും വേഗം ഒരു സഖ്യ സർക്കാർ രൂപീകരിക്കണം. ലോകം നമുക്കായി കാത്തിരിക്കുന്നു. ഇനി അധികം വലിയ ചർച്ചകളില്ല. ഉടനെ തന്നെ സർക്കാർ രൂപീകരിക്കണം എന്നാണ് ഇപ്പോൾ മെർസ് പറയുന്നത്. അപ്പോൾ ജർമ്മനിയിൽ ഒരു ഇടത് രാഷ്ട്രീയത്തിനൊരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു. യാഥാസ്ഥിതികർ മുന്നോട്ട് വന്നിരിക്കുന്നു. സാമ്പത്തിക വളർച്ച, അതുപോലെ മുരടിപ്പ്, റഷ്യ-യുക്രൈൻ യുദ്ധം, അതുണ്ടാക്കിയ ആഘാതം, പിന്നെ ഈ ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തുന്ന വ്യാപാര തീരുവകൾ, ഇതൊക്കെ രാജ്യത്തിന് മുന്നിലൊരു വലിയ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി എങ്ങനെ പുതിയ സർക്കാർ നേരിടും എന്ന് എല്ലാവരും സൗകര്യത്തോടെ ഉറ്റുനോക്കുന്നു. ഏതായാലും അവർക്ക് ഈ ബുണ്ടസ്റ്റാഗ് എന്ന അവരുടെ അസംബ്ലിയിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ അവർക്ക് ആവശ്യത്തിനുള്ള ഭൂരിപക്ഷം ഉറപ്പാക്കാൻ മറ്റൊരു പാർട്ടിയുടെ കൂടി പിന്തുണ വേണം. അങ്ങനെ പാർട്ടികളുടെ എണ്ണം കൂടുന്തോറും അതൊക്കെ വലിയൊരു സങ്കീർണമാകും. സഖ്യ സംവിധാനം എന്നത് തന്നെ ഒരു സങ്കീർണമായ സാഹചര്യമാണ്. ഏതായാലും വലതുപക്ഷം തങ്ങൾക്കിതിനൊക്കെ കഴിയുമെന്ന തരത്തിൽ അവിടെ വരുന്നു. ഇടതുപക്ഷത്തിന് ചെറിയ ഒരു തിരിച്ചടി, അവിടെ ചെറുതല്ല, വലിയ തിരിച്ചടി തന്നെ അവിടെ കിട്ടുന്നു. പക്ഷേ ഇത് ഒരു ജർമ്മനിയുടെ മാത്രം കാര്യമല്ല. ലോകക്രമത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരുന്നു എന്ന് വേണം ഇതിൻ്റെയൊക്കെ ഒരു സൂചനയായി നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ ഓസ്ട്രിയയിൽ അവിടെ ഓസ്ട്രിയ ഫ്രീഡം പാർട്ടി അവർക്ക് ശക്തി പ്രാപിക്കുന്നു. അവരവിടുത്തെ യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകളാണ്. പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ മിതവാദത്തിൻ്റെ മാതൃകയായിരുന്ന സ്കാൻഡിനേവിയയിലും ഇപ്പോൾ വലതുപക്ഷം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വീഡനിലും ഫിൻലാൻഡിലുമൊക്കെ അവിടെ ദേശീയ പാർലമെൻറ്റുകളിൽ വലതുപക്ഷ പോപ്പുലിസ്റ്റുകൾ വിജയിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൺസർവേറ്റീവ് പാർട്ടിയെയും അതുപോലെ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയെയും മറികടന്ന് ഇപ്പോൾ UK-യിൽ നിഗൽ ഫരോജിൻ്റെ വലതുപക്ഷ റിഫോം UK എന്ന പാർട്ടി ഇപ്പോൾ ശക്തി പ്രാപിക്കുന്നു എന്ന വിവരങ്ങളും ഇതിന് ഇടയിൽ വരികയാണ്.
അപ്പോൾ ബ്രസീൽ, ഫിലിപ്പീൻസ്, ടർക്കി ഇവിടെയെല്ലാം വലതുപക്ഷ രാഷ്ട്രീയങ്ങൾ ശക്തി പ്രാപിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം അവസാനിച്ച ശേഷം ആദ്യമായി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്സിന് നാഷണൽ അസംബ്ലിയിൽ ചെറിയ തിരിച്ചടികൾ നേരിട്ടു. രണ്ടാം ലോക മഹായുദ്ധാനന്തര കാലഘട്ടങ്ങളിൽ ഇപ്പോൾ അവിടെ ഭൂരിഭാഗം ഒക്കെ ഭരിച്ചിരുന്ന ജപ്പാനിലെ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കും അതിൻ്റെ സഖ്യകക്ഷിയായ കൊമ്യൂണിറ്റോയിനും അവിടെ അവരുടെ ഭൂരിപക്ഷം നഷ്ടമാവുകയാണ്. ഫ്രാൻസിലാകട്ടെ മെരീൻ ലീ പെൻ അവിടെ ഒരു തീവ്ര വലതുപക്ഷ നയം ഉയർത്തിപ്പിടിക്കുന്നു. അവർക്ക് പാർലമെൻറ്റിൽ ശക്തമായ ഒരു സാന്നിധ്യം ഉണ്ട് എന്ന് നമുക്കറിയാം. ഫ്രാൻസോയിസ് ബൈറോയുടെ സർക്കാരിൽ അവർക്ക് സീറ്റുകളൊന്നും ഇല്ലെങ്കിലും അവരെ ഏത് സമയവും താഴെ ഇറക്കാൻ ആവശ്യമായ വോട്ടുകൾ കയ്യിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഇപ്പോൾ മെലോണി പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നു. ഈ വലതുപക്ഷ സഖ്യത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് സുരക്ഷിതമായ അതിർത്തികൾ വേണം, ഞങ്ങൾക്ക് ബിസിനസ്സുകളെയും പ്രോത്സാഹിപ്പിക്കണം, അതുപോലെ പൗരന്മാരെ സംരക്ഷിക്കണം, ഞങ്ങൾ കുടുംബത്തെയും അതുപോലെ ജീവിതത്തെയും ഒക്കെ വളരെ സഗൗരവം ഉറ്റുനോക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ പുതിയ സംവിധാനത്തിന് വേണ്ടി പോരാടുന്നു, ഞങ്ങളുടെ വിശ്വാസം അത് ഞങ്ങളെ വളരെ ശക്തമായി മുന്നോട്ട് നയിക്കുന്നു, അത് എല്ലാവരിലും ഒരു ഗുണകരമായ മാറ്റമുണ്ടാക്കുന്നു എന്നൊക്കെ അവർ പറയുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള എല്ലാ അവകാശങ്ങളും ഞങ്ങൾ സംരക്ഷിക്കും എന്നൊക്കെയാണ് അവരുടെ പ്രഖ്യാപനം. ഞങ്ങൾ സാമാന്യ ബുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നവർ പറയുന്നു. അതുകൊണ്ട് മെലോണി പറയുന്നത് പോരാട്ടം കഠിനമായിരിക്കാം, പക്ഷേ അത് തെരഞ്ഞെടുപ്പുകൾ ലളിതമാകും എന്ന് അവർ പറയുന്നു. അപ്പോൾ മെലോണി ഈ പറഞ്ഞു വയ്ക്കുന്നത് ലോകക്രമത്തിൽ ഒരു വലിയ വലതുപക്ഷ രാഷ്ട്രീയ സഖ്യം ഉണ്ടാകുന്നു എന്നതാണ്. അപ്പോൾ നമുക്ക് അമേരിക്കയിൽ ഇപ്പോൾ ട്രംപിൻ്റെ വിജയത്തെയും തുടർന്ന് ട്രംപ് നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളെയും ഒക്കെ ഈ തലത്തിൽ വേണം കാണാൻ. ഏതായാലും ഈ വലതുപക്ഷ രാഷ്ട്രീയക്കാർ അത് ഈ ലോകക്രമത്തിൽ വലതുപക്ഷ രാഷ്ട്രീയം ശക്തി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് അവർ അതിന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ നമ്മുടെ നരേന്ദ്രമോദിയെയും കൂടി അവർ അതിൻ്റെ ഭാഗമായി ചേർത്ത് പറയുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത്ര കണ്ട് തകർന്നു പോയിട്ടില്ല ഇടതുപക്ഷം എന്ന് സമർത്ഥിക്കാൻ അവർക്കും കഴിയും. കാരണം ഇപ്പോൾ UK-യിൽ രാഷ്ട്രീയ അധികാരം ഇടതുവശത്തേക്ക് ചായുന്നത് നമ്മൾ കണ്ടു. ലേബർ പാർട്ടി അവിടെ പാർലമെൻ്ററി കാര്യമായ ഒരു ഭൂരിപക്ഷം നേടി കൺസർവേറ്റീവ് ഭരണത്തിന് അന്ത്യം കുറിച്ചു. ഏതാണ്ട് 60 വർഷത്തിനിടെ ബോട്സ്വാനയിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അവിടെ അധികാരം നഷ്ടപ്പെട്ടു. പ്രതിപക്ഷ പാർട്ടികൾ അവിടെ പീപ്പിൾസ് പാർട്ടി പ്രതിപക്ഷ പാർട്ടി അവിടെ ശക്തമാവുകയും ചെയ്തു. പിന്നൊന്ന് കൊറിയയിലാണ്. അവിടെ പീപ്പിൾസ് പവർ പാർട്ടിയുടെ പ്രസിഡന്റ് യൂൻ ചില നീക്കങ്ങൾ നടത്തി. യൂൻ സുക് യോളിനെ തടയാൻ അവിടെ ജനങ്ങൾ രംഗത്തിറങ്ങി. അദ്ദേഹം പട്ടാള നിയമങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി അതിനെതിരെ ശക്തമായി വന്നു. അതിന് കാര്യമായ ജനപിന്തുണയും ലഭിച്ചു. ഘാനയിലും പനാമയിലും പോർച്ചുഗലിലും ഉറുഗ്വേയിലും ഒക്കെ ഇപ്പോഴും ഇടത് കേന്ദ്രങ്ങൾ ശക്തമാണ് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന് വഴി നൽകുന്നു. ഏതായാലും ആഗോള ക്രമത്തിൽ ഇപ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യം പലരും ഈ തരത്തിലാണ് അവലോകനം ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ എവിടെയൊക്കെ ഇടത് കേന്ദ്രങ്ങൾ ജയിക്കുന്നു, എവിടെയൊക്കെ യാഥാസ്ഥിതികർ ജയിക്കുന്നു എന്നത് വളരെ ഗൗരവത്തോടു കൂടി ലോകം ഉറ്റുനോക്കുന്നു. കേരളവും ഒരുപക്ഷെ ഈ ആഗോളതലത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളെ അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്.